നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയമാണ്. ചാതുർവർണ്ണയം ആണ് ശരിക്കും ഹിന്ദുമതത്തിനെ വിമർശിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ വർണ്ണവിവേചനമാണ്. മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്നു എന്നൊക്കെ മറ്റൊരാളെ അപേക്ഷിച്ച് മികച്ചതും മോശവും എന്നൊക്കെ വേർതിരിച്ച് കാണുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതിനെ ഒരു ശരിയായ വീക്ഷണത്തിലൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. യഥാർത്ഥ ഋഷീശ്വരന്മാർ അതിനെ എങ്ങനെയാണ് കണ്ടത്? എല്ലാവരും തുല്യരല്ല എന്നുള്ള ഒരു വിവേചനം അവിടെ ഉണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് തുല്യത, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യനാകാനുള്ള ശേഷിയിലോട്ട് സമത്വത്തിലേക്കും വളർന്നു വരണം എന്നുള്ളത് ഓരോ ഗുരുക്കന്മാരും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പം ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് എല്ലാവരെയും തുല്യരാവാൻ പറ്റൂ, തുല്യതയിലെത്താൻ പറ്റൂ എന്നുള്ളതാണ്. ബ്രഹ്മാവിൻ്റെ 4 ശിരസ്സുകളെന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന 4 ശിരസ്സുകൾ 4 ചാതുർവർണ്ണയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യം ഇത് ശിരസ്സുകൾ തന്നെയാണ്, അല്ലാതെ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ശൂദ്രർ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാര്യം എല്ലാ സൃഷ്ടിയും ഒരുപോലെ തന്നെയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടുള്ള ഒരു വിവേചനവും ശരിയായിട്ടുള്ള വിവേചനമല്ല. ഓരോ വ്യക്തിക്കും വളരാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരാൻ സാധിക്കും. പക്ഷേ എന്നെപ്പോലുള്ളൊരു വ്യക്തി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത് കൊണ്ടാണ് എനിക്ക് സ്വതന്ത്ര ബുദ്ധി ഉണ്ടായതെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് മതം മാത്രം തലയ്ക്കകത്ത് കയറ്റി ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വതന്ത്ര ബുദ്ധി ഉണ്ടാകത്തില്ല. നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത് കൊണ്ടാണ് നമുക്ക് സ്വതന്ത്ര ബുദ്ധി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വന്ദിച്ചുകൊണ്ട് തന്നെയാണ്, സ്കൂൾ വിദ്യാഭ്യാസത്തെ വന്ദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓരോ വ്യക്തിയും വളർന്നു വരുന്ന ഘട്ടങ്ങളനുസരിച്ച്, അതായത് ഒരു വ്യക്തി തുടക്കകാലത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബം പുലർത്താം എന്ന് വിചാരിക്കുന്നവനാണെങ്കിൽ അവൻ ശൂദ്രൻ തന്നെയാണ്. അതായത് മറ്റൊരാളിൻ്റെ അടിമയായിട്ട് ജോലി ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുള്ള ഏത് വ്യക്തിയും ശൂദ്രനാണ്. അതിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകട്ടെ, ഇപ്പം IAS പവറുള്ള വ്യക്തിയാകട്ടെ, ആരായാലും ശൂദ്രൻ തന്നെയാണ്. കാര്യം മറ്റൊരാളുടെ ആജ്ഞ അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് അവൻ ശൂദ്രനാണ്. അപ്പം ഒരു വ്യക്തിയെ നമുക്ക് ഒരിടത്തും ശൂദ്രനെന്നോ അല്ലെങ്കിൽ വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ ബ്രാഹ്മണനെന്നോ ഒന്നോ പറയാൻ പറ്റത്തില്ല. അതേസമയം ആ വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ വർഗീകരിക്കാൻ സാധിക്കും. സ്വന്തമായി കൃഷി ചെയ്ത് സ്വന്തം നിലയ്ക്ക് വ്യവസായം നടത്തി അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തി ജീവിക്കുന്ന ബുദ്ധിയിലോട്ട് വളർന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മറ്റൊരാളിനെ ആശ്രയത്വം കുറച്ച് അല്ലെങ്കിൽ മറ്റൊരാളുടെ ആജ്ഞയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാത്ത ശേഷിയിലോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വൈശ്യനാണ്. ആ ഒരു ലെവലിലോട്ട് നമ്മൾ വളർന്നു വരികയാണ് വേണ്ടത്. സ്വതന്ത്ര ബുദ്ധി വളർന്നു വരികയാണ്. അപ്പം മറ്റൊരാളുടെ ആജ്ഞ അനുസരിക്കുന്നതിന് പകരം സ്വന്തം ആജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുന്നതും അല്ലെങ്കിൽ സ്വന്തം ചുറ്റുപാടുകളെയും കാലാവസ്ഥയും ചുറ്റുപാടും ജീവിക്കുന്നവരുടെ സ്വഭാവത്തെയും ഒക്കെ പഠിച്ച് അതിന് അവൻ്റേതായിട്ടുള്ള വ്യക്തി നിലവാരം ഉയർത്തിക്കൊണ്ട് വരുന്നതിനെയാണ് വൈശ്യത്വം എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉയർന്ന സ്റ്റേജിലോട്ട് വരുവാണ്. അവന് രാഷ്ട്രീയക്കാരനാവുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരെ നയിക്കാൻ ശേഷിയുള്ള വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പീച്ചിങ് പവറൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടും ഒരുപാട് പേരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ടും ഒക്കെ വരുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ പറയുന്ന ക്ഷത്രിയത്വം കൈവരുവാണ്. പിന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു ശാസ്ത്രജ്ഞൻ്റെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ
പുതിയൊരു തെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം വളരാൻ, അല്ലെങ്കിൽ ഒരു ഈശ്വരീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള സർവ്വ പ്രമാണങ്ങളെയും തച്ചടച്ച് പുതിയത്, അല്ലെങ്കിൽ ഒരു ബുദ്ധി വികാസം അല്ലെങ്കിൽ ബോധപരിണാമം സംഭവിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയിലോട്ട് വളർന്നു വരുമ്പോൾ അവൻ ബ്രാഹ്മണ്യത്തിലെത്തും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ജന്മം കൊണ്ട് ഒരുത്തൻ ഈ പറയുന്ന വൈശ്യനോ ശൂദ്രനോ ക്ഷത്രിയനോ നായരോ ഇഴവനോ ഒന്നും ആകുന്നില്ല. അതൊന്നും എടുക്കേണ്ട കാര്യം പോലും ഇല്ല. ഇന്നത്തെ കാലത്ത് നമുക്കത് ഏറ്റവും കൂടുതൽ ബർഡനായിട്ട് തീർന്നിരിക്കുക. ചിലർ അവരുടെ ജാതിപ്പേര് അവരുടെ വാലിൻ്റെ അറ്റത്ത് കെട്ടിത്തൂക്കിയിട്ടുണ്ട് നടക്കും. ചിലർക്ക് അത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഈ പറയുന്ന വൃത്തികെട്ട മാമൂലുകളെ എടുത്തു കളയേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കും. ജാതീയമായിട്ടുള്ള ഈ പറയുന്ന ശുംഭന്മാരെ, അതായത് ഈ ജാതീയമായിട്ടുള്ള പേര് തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജാതി പേര് വരേണ്ട അവസ്ഥ വരുത്തുന്നതുമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളെയും തൂത്തുവാരി എറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഹിന്ദു മതത്തിൽ ഇത് വന്നു ചേർന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ ഒരു കണ്ടെത്തലാണ്. അതാണ് വാസ്തവം. അല്ലാതെ ഒരു വ്യക്തി ജന്മം കൊണ്ടൊരിക്കലും ഈ പറയുന്ന അവസ്ഥയിൽ എത്തുന്നില്ല. ആ വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചാണ് ആ വ്യക്തിയെ നമുക്ക് വർഗീകരിക്കാൻ സാധിക്കുക. മനുസ്മൃതിയിൽ ഈ പറയുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം വേദം കേൾക്കുന്നത്. ഒരറിവില്ലാത്ത, അതായത് തിരിച്ചറിവില്ലാത്ത അല്ലെങ്കിൽ ബോധമില്ലാത്ത അല്ല വിഡ്ഢിയായിട്ടുള്ള ഒരുത്തൻ്റെ കയ്യിൽ പരമമായിട്ടുള്ള ജ്ഞാനം, അല്ലെങ്കിൽ ഇപ്പം ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു ജ്ഞാനം കൊണ്ട് കൊടുത്താൽ അവനത് ദുരുപയോഗം ചെയ്യും എന്നുള്ള വാസ്തവികത അനുസരിച്ചാണ് അവിടെ ശൂദ്രൻ എന്നുദ്ദേശിച്ചത്. അതായത് ബോധ നിലവാരം കുറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ പറയുന്ന പരമമായിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറായിട്ടുള്ള ജ്ഞാനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വേണ്ട വിധം ഉപയോഗിക്കാനുള്ള ശേഷി അവന് കാണത്തില്ല. അവൻ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഈ ഓരോന്നും പറഞ്ഞിരിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അത് ശരിയായിട്ടുള്ള ബുദ്ധി ഉണർന്നവൻ വായിക്കുമ്പോൾ മാത്രമേ അത് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അംബേദ്കറിന് അവിടെയും തെറ്റിപ്പോയെന്നുള്ളതാണ് വാസ്തവം. പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിതാരക്ഷതി കൗമാരെ പുത്രോ രക്ഷതി ഭർത്താരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യ. സ്ത്രീ സ്വാതന്ത്ര്യം അർഹി, സ്വാതന്ത്ര്യത്തിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാവാതെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവൾ എന്നുള്ള വരികൾ അതിൻ്റെ മേളിൽ കിടപ്പുണ്ടത്രേ. പുത്രനെ കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ പിതാവിനെ കൊണ്ടോ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ട ഒരു നിധിയാണ് സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാസ്തവികത അവിടെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് ഈ പറയുന്ന യഥാർത്ഥ സത്തകളെ ചവിട്ടിത്തൂത്തെറിയുന്ന പരിപാടിയും നല്ലതല്ല. അപ്പോൾ നമുക്ക് നല്ലത് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമല്ലാത്തതിനെ ഉപേക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിനെ കുറച്ചുകൂടെ വിപുലമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ പറയുന്ന ചാതുർവർണ്ണയങ്ങൾ അവിടെ ഉണ്ട്. എങ്ങനെ? ഈ പറയുന്ന വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ച്, അവൻ്റെ വളർച്ച അനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയും എല്ലാ കാലത്തും ശൂദ്രനായിട്ട് തുടരത്തില്ല. അവന് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അവൻ വൈശ്യനാകും. അവന് അധികം കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അവൻ ക്ഷത്രിയനാകും. അതിലും കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ബ്രാഹ്മണ്യത്തിലെത്തും എന്നും പറഞ്ഞ് ബ്രാഹ്മണ്യത്തിൽ ജനിച്ച ഒരുത്തൻ ബ്രാഹ്മണനാണെന്ന് നമുക്ക് ഒരിക്കലും പറയേണ്ട ആവശ്യമേ ഇല്ല. അവനത് വെറുതെ അവൻ്റെ പേരിൻ്റെ അറ്റത്ത് അത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ വെറും ചുംബത്തരം മാത്രം.